മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാമദേവനാണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് പ്രതാപൻ വിശ്വനാഥന്റെ ആത്മാവിനെ കണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് ഉണ്ണിയും ദുർഗയും എല്ലാവരും ഒരേപോലെ ഷോക്കാവുന്നു, കരുണയൊഴികെ. കരുണയ്ക്ക് അറിയാം തന്റെ അച്ഛനാണ് ഉണ്ണിയുടെ അച്ഛനെ കൊന്നു കളഞ്ഞതെന്നും. എന്നാലും വിശ്വേട്ടൻ എങ്ങനെയാ പ്രതാപന്റെ മുന്നിലേക്ക് പോവേണ്ട ആവശ്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ദുർഗ ചോദിക്കുന്നുണ്ടെങ്കിലും വാമദേവൻ പറയുന്നുണ്ട്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാവല്ലേ, ആർക്കു മുന്നിൽ വേണമെങ്കിലും പോവാലോ. കണ്ണനോട് സംസാരിച്ചാൽ മതി, ഇതുവരെ ഒരു പൂജ ചെയ്യാനോ കർമ്മങ്ങൾ ചെയ്യാനോ ഒരു ഫോട്ടോ വെച്ച് വിളക്ക് വെക്കാനോ അവൻ സമ്മതിച്ചിട്ടില്ല എന്ന്. അങ്ങനെ വാമദേവൻ കണ്ണനോട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. അച്ഛന്റെ ആത്മാവിന് മോചനം കിട്ടണം, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പൂജ ചെയ്യണം, വിശ്വനാഥന്റെ പിറന്നാൾ ദിവസം തന്നെ അത് വേണമെന്നൊക്കെ പറയുമ്പോൾ എന്റെ അച്ഛൻ എന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതേപറ്റിയൊന്നും പേടിയില്ലെന്ന് ഇങ്ങനെ കണ്ണൻ പറയുന്നു. പിന്നീട് ഉണ്ണിക്കാണെങ്കിൽ കണ്ണനോടുള്ള ആ ഒരു സംശയം കടുത്ത് കടുത്ത് വരികയാണ്. കാരണം കണ്ണൻ കാറിൽ കയറുന്ന സമയത്തും മറ്റൊക്കെ തന്നെ വീൽ ചെയറിലാണെങ്കിൽ കൂടിയും സിമ്പിൾ ആയിട്ടാണ് കയറി ഇറങ്ങുന്നത്. അതൊക്കെ തന്നെ ഉണ്ണി മുകളിൽ നിന്നും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് ഉണ്ണി തന്റെ മനസ്സിലെ വലിയ ആ ഒരു സംശയം വളരെ വ്യക്തമായി തന്നെ കരുണയോട് പറയുമ്പോൾ കരുണ പറയുകയാണ്, നിങ്ങൾക്ക് എന്തായാലും തെറ്റ് പറ്റിയതായിരിക്കും, ഉറപ്പായിട്ടും കണ്ണേട്ടൻ ഇനി മഹാലക്ഷ്മിയുമായിട്ട് ബന്ധം ഉണ്ടാകില്ല. മാത്രമല്ല കണ്ണേട്ടന്റെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്തൊരു മനുഷ്യനാണ്, ആ മനുഷ്യന് കുഞ്ഞുണ്ടാവില്ല, പിന്നെ എങ്ങനെയാ ഈ നാടകത്തിൽ കണ്ണേട്ടൻ പങ്കാളിയാവുക എന്നൊക്കെ കരുണ ചോദിക്കുന്നു. എന്തായാലും ഉണ്ണിയാണെങ്കിൽ ഒരു കളി കളിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വാമദേവനോട് അവന്റെ സംശയങ്ങളൊക്കെ തന്നെ തുറന്നു പറയുകയാണ്. താനിങ്ങനെ കമ്പനിയിൽ ചെന്നപ്പോ കണ്ണേട്ടന്റെ ക്യാബിനിൽ വെച്ച് അവരെ കണ്ടുവെന്നും തന്നെ കണ്ടപ്പോഴാണ് സത്യത്തിൽ അവർ ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങിയതെന്നും പിന്നീട് കണ്ണേട്ടന്റെ റൂമിൽ വെച്ച് കണ്ണേട്ടൻ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് താൻ കണ്ടു എന്നും ഫോണിൽ സംഭാഷണം നടത്തുന്നുണ്ട്, അതും രാത്രി കാലങ്ങളിൽ. ഇതൊക്കെ ആരോടാണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, നമ്മൾ ഇനി മണ്ടന്മാരാവരുത്. മാത്രമല്ല മേഘേട്ടൻ കണ്ണേട്ടനുമായിട്ട് പോകുമ്പോൾ എങ്ങനെയാ മാർക്കോ കാര്യങ്ങൾ അറിഞ്ഞത്? അങ്ങനെ കാര്യങ്ങൾ അറിയിച്ചത് സാഗർ ആണെങ്കിൽ കൂടി മേഘേട്ടനെ അവിടെ തനിച്ചാക്കിയിട്ട് ആരാ മാർക്കോയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? അങ്ങനെയെങ്കിൽ കണ്ണേട്ടൻ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലേ? മേഘേട്ടനെയും കൊണ്ടുപോകാൻ കണ്ണേട്ടൻ ആവശ്യപ്പെടേണ്ടതല്ലേ? അത് ചെയ്തില്ല, മാർക്കോയെ മാത്രം കൊണ്ടുപോയി. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. പലപ്പോഴായിട്ട് അവർ നമ്മളെ മണ്ടന്മാരാക്കിയിട്ടുള്ളതാണ്. ഇനിയും നമ്മൾ ആ നാടകത്തിന് നിന്ന് കൊടുക്കരുത്, കണ്ടുപിടിക്കണം അമ്മാവ എന്നൊക്കെ പറയുമ്പോൾ മോന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം. അതിന്റെ പുറകെ നീ പോണം, എന്നിട്ട് അന്ത്യം എന്താണെന്ന് നീ തീരുമാനിക്കണം, അല്ലെങ്കിൽ കണ്ടെത്തണം. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് വയ്യ. പിന്നെ മേഘേട്ടൻ ഈ അവസ്ഥയിലായതുകൊണ്ട് തന്നെ മേഘേട്ടനിൽ നിന്നും സത്യങ്ങൾ അറിയാനായിട്ട് കഴിയില്ല. എന്തായാലും വാമദേവനാണെങ്കിൽ ഉണ്ണിക്ക് പിന്തുണ നൽകുകയാണ്. പിന്നീട് ഉണ്ണിയാവട്ടെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് മഹാലക്ഷ്മിയെ ചെന്ന് കണ്ട് അവളുമായിട്ട് വഴക്കിടാൻ തീരുമാനിക്കുന്നു, കമ്പനി കാര്യങ്ങളും ചോദിച്ചുകൊണ്ട്. അങ്ങനെ അനന്തവും മഹാലക്ഷ്മിയും ലേഖയും എല്ലാവരും ഉള്ളപ്പോൾ തന്നെ ഉണ്ണി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഷോക്കാവുന്നു. കണ്ണേട്ടന്റെ സ്വത്തുക്കൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? നിങ്ങൾ കണ്ണേട്ടന്റെ ഭാര്യയാണെങ്കിലും കണ്ണേട്ടനെ ചതിച്ചവളാണ്, അതും വെറും ചതിയല്ല, കൊടും ചതി. ഒരു ഭാര്യയും ഒരു ഭർത്താവിനോടും ചെയ്യാൻ പെടാത്ത ചതി. എന്നിട്ടും അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് നാണക്കേടില്ലേ? നിങ്ങൾ ഒരു പെണ്ണാണോ? നിങ്ങൾ ഭയങ്കര ആത്മാഭിമാനമുള്ള സ്ത്രീയാണെന്നൊക്കെ അല്ലേ പറഞ്ഞു നടപ്പ്? നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കമ്പനി കൂടിയാണത്, അതിനിപ്പോ ആർക്കും വിട്ടുതരാൻ എനിക്ക് മനസ്സില്ല. എങ്കിലേ നിങ്ങൾ കേട്ടോ, അതൊക്കെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. നീ സ്വന്തമാക്കി കാണിച്ച് കൊടുക്കുക എന്നൊക്കെ അനന്തവും ലേഖയും പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണിക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. അതായത് അനന്ത് ഒരിക്കലും കണ്ണനെ തള്ളി പറഞ്ഞിട്ടില്ല, തള്ളി പറയുകയുമില്ല. പക്ഷെ ഇത്രത്തോളം മഹാലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അതിന് പുറകിൽ മറ്റെന്തോ ഒരു വലിയ രഹസ്യം കൂടിയുണ്ടെന്ന്. അത് ഒരുപക്ഷെ താൻ സംശയിക്കുന്നത് പോലെ തന്നെ സ്വന്തം സുഹൃത്തിന്റെ ഭാര്യയെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നതായിരിക്കാം എന്ന് അവൻ സ്വയം സങ്കല്പിക്കുകയാണ്. അതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമെന്നും അവൻ വിചാരിക്കുന്നു. എന്തായാലും അനന്തുവിനോട് ഉണ്ണി പറയുന്നുണ്ട്, സ്വന്തം സുഹൃത്തിനെയാണ് അവൾ ചതിച്ചിരിക്കുന്നത്, അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയണമെങ്കിൽ എന്തോ ഒരു വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്നൊക്കെ. അങ്ങനെ ഉണ്ണി പോയതിനു ശേഷം അനന്ത് പറയുന്നുണ്ട്, ഇവനെ സൂക്ഷിക്കണം, ഇവൻ ആ മേഘനേക്കാൾ വലിയ വിഷവിത്താണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇവൻ എന്തെങ്കിലും സംശയം ഉള്ളിൽ കയറിയാൽ ഉറപ്പായിട്ട് അവനത് കണ്ടുപിടിക്കും, അതുകൊണ്ട് സംശയിക്കാനുള്ള ഒരു വകയും നമ്മൾ കൊടുക്കരുതെന്നൊക്കെ പറയുമ്പോൾ മഹിക്കാണെങ്കിൽ പേടി തോന്നുന്നുണ്ട്. അങ്ങനെ മഹിയെ കണ്ടതിന് ശേഷം നേരെ ഉണ്ണി പോകുന്നത് കമലേശ്വരം കമ്പനിയിലേക്ക് തന്നെയാണ്, കണ്ണനെ കാണാനായിട്ട്. കണ്ണനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരെ ചെന്ന് ഞാൻ കണ്ടിരുന്നു, അവിടെ വെച്ച് അവരോട് ഞാൻ ദേഷ്യപ്പെട്ടു, സ്വത്തുക്കൾ തിരിച്ചെഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും അവർക്ക് യാതൊരു കോസിലുമില്ല. ഇപ്പോഴും കണ്ണേട്ടന്റെ ഭാര്യസ്ഥാനം അവർ വിട്ടുകൊടുക്കുന്നില്ല. അത്രയ്ക്കും അധികാരത്തോട് കൂടിയിട്ടാണ് കണ്ണേട്ട സംസാരിക്കുന്നത്. ഇതിനൊക്കെ പുറകിൽ എന്താണെന്ന് എനിക്ക് എത്രത്തോളം ഊഹിച്ചിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഉണ്ണി നീ ഇതിന് പുറകെ പോവാൻ നിൽക്കണ്ട, അറിയാലോ
നിയമം ഒക്കെ തന്നെ അവർക്കൊപ്പമാണെന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുക കണ്ണേട്ടാ, അവരിനി ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമില്ല. കണ്ണേട്ടനെ ചതിച്ചവളാണ്. ഉണ്ണി മനഃപൂർവ്വം തന്നെ ആ ഒരു കാര്യം പറയുന്നു, കണ്ണന്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട്. അവരെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാം, തീർത്ത് കളഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. എന്തായാലും കണ്ണന്റെ ആ ഒരു ഷോക്കിങ്ങിൽ തന്നെ മഹാലക്ഷ്മിയോടുള്ള എല്ലാ സ്നേഹവും പ്രണയവും ഒക്കെ തന്നെ ഉണ്ടെന്ന് ഉണ്ണി മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം അടുത്ത എപ്പിസോഡ്സിനായിട്ട്. ബൈ.